ഏറ്റവും സാധാരണമായ നിമിഷങ്ങളിൽ പോലും വാർദ്ധക്യം അപ്രതീക്ഷിത വെല്ലുവിളികൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്കറിയാമോ? പ്രായമാകുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ ആരും സംസാരിക്കാത്ത ചില അസുഖകരമായ സത്യങ്ങളുണ്ട്. പേരുകൾ മറക്കുന്നത്, പെട്ടെന്നുള്ള ക്ഷീണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ എന്നിവ നിങ്ങളെ നിരാശരാക്കുന്നു. പ്രായമാകുമ്പോൾ പല മുതിർന്നവരും നേരിടുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവ. അവ നിങ്ങളെ അപ്രതീക്ഷിതമായാണ് പിടികൂടുന്നത്. എന്നാൽ ഇതാ ഒരു സന്തോഷ വാർത്ത: നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വെല്ലുവിളികളിൽ ഓരോന്നിനും പ്രായോഗിക പരിഹാരങ്ങളുണ്ട്. ഇതാണ് ഗ്രേസി. 67 വയസ്സുള്ള ഊർജ്ജസ്വലയായ ഗ്രേസിയെ കണ്ടുമുട്ടുക. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതും യാത്ര ചെയ്യുന്നതും സജീവമായിരിക്കുന്നതും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അടുത്തിടെ ഗ്രേസി പ്രായമാകുമ്പോൾ ചില അപ്രതീക്ഷിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതായി കണ്ടെത്തി. അവൾ ഒരിക്കലും സങ്കല്പിക്കാത്ത കാര്യങ്ങൾ അവളെ ബാധിക്കുമെന്ന് കണ്ടെത്തി. ലളിതമായ ജോലികൾ ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നുന്നു. നിരാശയും ചിലപ്പോൾ ഒറ്റപ്പെടലും തോന്നിപ്പിക്കുന്ന വെല്ലുവിളികളെ അവൾ നേരിടുന്നു. അവളുടെ കഥ പല മുതിർന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങളുടെ ശരീരത്തിലെ മാറ്റങ്ങളായാലും ബന്ധങ്ങളായാലും അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥയിലായാലും ഈ മാറ്റങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷേ വിഷമിക്കേണ്ട. ഇന്ന് നമ്മൾ ഗ്രേസിയുടെ യാത്രയെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുകയും പ്രായമാകുമ്പോൾ പല മുതിർന്നവരും നേരിടുന്ന 12 കാര്യങ്ങൾ പങ്കുവെക്കുകയും ഓരോന്നും കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രായോഗിക ഉപദേശങ്ങൾ നൽകുകയും ചെയ്യും. അതിനാൽ ഈ വെല്ലുവിളികളെ എങ്ങനെ ഭംഗിയായി കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കണമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുന്നത് ഉറപ്പാക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അതിലിപ്പോൾ മുഴുകാം. നമ്പർ 1, പേരുകളും പ്രധാനപ്പെട്ട വിശദാംശങ്ങളും മറക്കുന്നു. ഗ്രേസി അടുത്തിടെ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ അകപ്പെട്ടു. വർഷങ്ങളായി പലചരക്ക് കടയിൽ പരിചയമുള്ള ഒരു അയൽക്കാരിയെ അവൾ കണ്ടുമുട്ടിയിട്ടും അവളുമായി നിരവധി സംഭാഷണങ്ങൾ നടത്തിയിട്ടും അവളുടെ പേര് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. ഗ്രേസിക്കിത് ലജ്ജാകരമായിരുന്നു. പേരുകളോ പ്രധാനപ്പെട്ട വിശദാംശങ്ങളോ മറക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെടുന്നതായി തോന്നാൻ ഇടയാക്കും. പക്ഷെ നിങ്ങൾ ഇതിൽ ഒറ്റയ്ക്കല്ല. വാർദ്ധക്യത്തിൻ്റെ ഒരു സാധാരണ ഭാഗമാണിത്. ആർക്കും ഇത് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തു ചെയ്യാൻ കഴിയും? ഇത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ലളിതമായ തന്ത്രങ്ങളുണ്ട്. നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ പേരുകളോ പ്രധാന വിശദാംശങ്ങളോ എഴുതി വയ്ക്കുക എന്നതാണ് ഫലപ്രദമായ ഒരു നുറുങ്ങ്. അതൊരു അയൽക്കാരൻ്റെ പേരോ അവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലോ പേരോ ആകട്ടെ, അത് എഴുതി വയ്ക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓർമ്മിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഫോണിൽ റിമൈൻഡറുകൾ പോലും സജ്ജമാക്കാൻ കഴിയും. നിങ്ങളുടെ കുറിപ്പുകളിൽ ഒരു പെട്ടെന്നുള്ള നോട്ടം നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ സഹായിക്കും. ഈ നിമിഷങ്ങളിൽ വരുന്ന സമ്മർദ്ദവും നിരാശയും കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. അമിത ഭാരം തോന്നാതെ നിങ്ങളെ സഹായിക്കുന്ന സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത്. ഓർക്കുക, ഇത് പെർഫെക്റ്റ് ആയിരിക്കുക എന്നതല്ല, ഇത് പ്രോ ആക്റ്റീവ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മറന്നുപോയാൽ ആരുടെയെങ്കിലും പേര് വീണ്ടും ചോദിക്കാൻ ഭയപ്പെടരുത്. മിക്ക ആളുകളും ഇത് മനസ്സിലാക്കും. നിങ്ങൾ ഇടപഴകുന്നുണ്ടെന്നും അവരുമായി ബന്ധപ്പെടുന്നതിൽ ശ്രദ്ധാലുവാണെന്നും കാണിക്കാനുള്ള മികച്ച മാർഗമാണ് ഇത്. നമ്പർ 2, പെട്ടെന്നുള്ള ക്ഷീണം കൈകാര്യം ചെയ്യൽ. ഗ്രേസി അടുത്തിടെ അവളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. ഉച്ചഭക്ഷണം ഉണ്ടാക്കുകയോ വീട്ടിൽ ചുറ്റി നടക്കുകയോ പോലുള്ള ലളിതമായ ജോലികൾ ചെയ്തതിനു ശേഷവും അവൾ വളരെ വേഗത്തിൽ ക്ഷീണിതയായിരുന്നു. അത് അവളെ നിരാശയിൽ ആഴ്ത്തിയിരിക്കുന്നു. പല മുതിർന്നവരെയും പോലെ നിങ്ങൾക്കും ഈ പെട്ടെന്നുള്ള ക്ഷീണം അനുഭവപ്പെട്ടിരിക്കാം. ഇത് വാർദ്ധക്യത്തിൻ്റെ ഒരു സാധാരണ ഭാഗമാണ്. പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കുന്നില്ല. അപ്പോൾ ഇതിനെ ചെറുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആദ്യം സ്വയം വേഗത കൂട്ടുക. എല്ലാം ഒറ്റയടിക്ക് ചെയ്യാതിരിക്കാൻ ദിവസം മുഴുവൻ നിങ്ങളുടെ ജോലികൾ വിഭജിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീട്ടുജോലികളോ പ്രവർത്തനങ്ങളോ വ്യാപിപ്പിക്കുക. ഇടവേളകൾ എടുക്കാൻ മടിക്കരുത്. കുറച്ച് മിനിറ്റ് മാത്രം വിശ്രമിക്കുന്നത് നിങ്ങളുടെ എനർജി ലെവൽസ് റീചാർജ് ചെയ്യുവാൻ സഹായിക്കും. കൂടാതെ നിങ്ങളുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുക. ഡീഹൈഡ്രേഷൻ ക്ഷീണത്തിന് കാരണമാകും. അതിനാൽ ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുക. കൂടാതെ ബാലൻസ്ഡായ ആഹാരം കഴിക്കുന്നത് നിങ്ങളുടെ എനർജി ലെവൽസ് നിലനിർത്തുവാൻ സഹായിക്കും. ദിവസം മുഴുവൻ ശരീരത്തിന് ഊർജം നൽകാൻ പഴങ്ങൾ, പച്ചക്കറികൾ, ലീൻ പ്രോട്ടീനുകൾ, ധാന്യങ്ങൾ തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവസാനമായി നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ഉറക്കം ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുനേരം ഇരുന്ന് വിശ്രമിക്കണമെങ്കിൽ അത് ശരിയാണ്. വിശ്രമം ആവശ്യമാണെന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുകയാണ്. അത് ബഹുമാനിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളെ സുഖപ്പെടുത്താൻ സഹായിക്കും. നമ്പർ 3, അപ്രതീക്ഷിതമായി ശരീരഭാരം കൂടുന്നു. ഗ്രേസി എപ്പോഴും സജീവമാണ്. നടത്തമുണ്ട്, പൂന്തോട്ട പരിപാലനം, ഇടയ്ക്കിടെ ജിമ്മിലേക്കുള്ള യാത്രകൾ എന്നിവ ആസ്വദിക്കുന്നു. എന്നാൽ അടുത്തിടെ അവൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. അതേ തലത്തിലുള്ള പ്രവർത്തനം നിലനിർത്തിയിട്ടും അവളുടെ വെയിറ്റ് പതിയെ കൂടുന്നു. ഇത് നിരാശാജനകമാണ്. അവൾ ഒറ്റയ്ക്കല്ല. പല മുതിർന്ന പൗരന്മാർക്കും പ്രായമാകുമ്പോൾ അപ്രതീക്ഷിതമായി ശരീരഭാരം വർദ്ധിക്കുന്നു. അവരുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ശരി, അത് സംഭവിക്കുന്നു. കാരണം എന്താണ്? പ്രായമാകുമ്പോൾ നമ്മുടെ മെറ്റബോളിസം സ്വാഭാവികമായി മന്ദഗതിയിലാകുന്നു. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നത് എളുപ്പമാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മാറ്റം എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? സമീകൃത ആഹാരത്തിലും
പതിവ് വ്യായാമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് പ്രധാന കാര്യം. നിങ്ങളുടെ ശരീരത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ ഇപ്പോഴും സജീവമാണെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് കലോറി മാത്രമേ ആവശ്യമുള്ളായിരിക്കാം. അതിനാൽ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുന്നത് വലിയ മാറ്റമുണ്ടാക്കും. പഴങ്ങൾ, പച്ചക്കറികൾ, ലീൻ പ്രോട്ടീനുകൾ, ധാന്യങ്ങൾ തുടങ്ങിയ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അതേസമയം പ്രോസസ്ഡ് ഫുഡ്സും പഞ്ചസാരയും കുറയ്ക്കുക. വ്യായാമവും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. തീവ്രമായ വ്യായാമങ്ങൾ മുമ്പത്തെ പോലെ എളുപ്പമായിരിക്കില്ലെങ്കിലും നിങ്ങളുടെ ശരീരം ദിവസവും ചലിപ്പിക്കേണ്ടത് ഇപ്പോഴും പ്രധാനമാണ്. 20 മുതൽ 30 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുന്നത് പേശികളുടെ അളവ് നിലനിർത്താനും നിങ്ങളുടെ മെറ്റബോളിസം സജീവമായി നിലനിർത്താനും സഹായിക്കും. ശരീരഭാരം വർദ്ധിക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒന്നാണെങ്കിൽ നിരുത്സാഹപ്പെടരുത്. വാർദ്ധക്യത്തിൻ്റെ ഒരു സാധാരണ ഭാഗമാണിത്. അത് കൈകാര്യം ചെയ്യാൻ വഴികളുമുണ്ട്. നിങ്ങൾക്ക് ഫിറ്റ്നസ് നിലനിർത്തുന്നതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗം ഏതാണ്? താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങളും നുറുങ്ങുകളും പങ്കിടുമല്ലോ. പ്രായമാകും തോറും സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിൽ നമുക്ക് പരസ്പരം പിന്തുണയ്ക്കാം. നമ്പർ 4, പതിവ് ഡോക്ടർ സന്ദർശനങ്ങൾ. ഗ്രേസി എപ്പോഴും തൻ്റെ ആരോഗ്യത്തിൽ അഭിമാനിക്കുന്നു. എന്നാൽ അടുത്തിടെ അവൾ എക്കാലത്തേക്കാളും കൂടുതൽ തവണ തൻ്റെ ഡോക്ടറെ സന്ദർശിക്കുന്നതായി കണ്ടെത്തി. പതിവ് പരിശോധനകൾക്കോ രക്തപരിശോധനകൾക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനോ ആകട്ടെ എല്ലാ മാസവും ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് കൊണ്ടുവരുന്നതായി തോന്നുന്നു. അത് അവൾ മാത്രമല്ല, നമ്മൾ പ്രായമാകുമ്പോൾ പതിവ് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റുകൾ കൂടുതൽ പതിവായി മാറുന്നു. എന്നാൽ ഇതാണ് കാര്യം. പതിവ് ഡോക്ടർ സന്ദർശനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നല്ല സൂചനയാണ്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ മുൻകരുതൽ എടുക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അവ. സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിന് മുമ്പ് അവ കണ്ടെത്തുന്നതിനുള്ള താക്കോലാണ് അത്. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയ്ക്കുള്ള പതിവ് പരിശോധനകൾ നിങ്ങളുടെ ആരോഗ്യം മികച്ചതാണെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അവഗണിക്കുകയും കാലക്രമേണ അത് വഷളാകാൻ അനുവദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഡോക്ടറെ സന്ദർശിച്ച് നേരത്തെ എന്തെങ്കിലും കണ്ടെത്തുന്നതാണ്. ഈ അപ്പോയിൻമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് ഒരു ഹെൽത്ത് കലണ്ടർ സൃഷ്ടിക്കുന്നത് പരിഗണിക്കുക. നിങ്ങളുടെ എല്ലാ അപ്പോയിൻമെൻറ്റുകളും എഴുതി വയ്ക്കുകയും മറക്കാതിരിക്കാൻ റിമൈൻഡർ സജ്ജമാക്കുകയും ചെയ്യുക. ലക്ഷണങ്ങൾ, മരുന്നുകൾ, നിങ്ങളുടെ ഡോക്ടറോട് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ ജേണൽ പോലും നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇത് നിങ്ങളെ ഓർഗനൈസ്ഡായി തുടരാനും നിങ്ങളുടെ ആരോഗ്യത്തെ കൂടുതൽ നിയന്ത്രിക്കാനും സഹായിക്കും. നമ്പർ 5, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ ബുദ്ധിമുട്ട്. ഗ്രേസി എപ്പോഴും വായന ഇഷ്ടപ്പെടുന്നു. പക്ഷെ അടുത്തിടെ അവൾക്ക് പഴയതുപോലെ പുസ്തകങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടായി. ഒരു കാലത്ത് ആസ്വാദ്യകരമായിരുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ വെല്ലുവിളി നിറഞ്ഞതായി തോന്നുന്നു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവൾ ശ്രദ്ധ തിരിക്കപ്പെടുകയും കഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇത് പരിചിതമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രായമാകുമ്പോൾ ഓർമ്മശക്തിയും ശ്രദ്ധയും കുറയുന്നത് സാധാരണമാണ്. നിങ്ങളുടെ മനസ്സ് മുമ്പത്തെ പോലെ മൂർച്ചയുള്ളതായി തോന്നാത്തപ്പോൾ അത് നിരാശാജനകമായിരിക്കും. നിങ്ങളുടെ തലച്ചോറിനെ സജീവമായി നിലനിർത്താനും നിങ്ങളുടെ ശ്രദ്ധ മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നതാണ് നല്ല വാർത്ത. ഇത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് നിങ്ങളുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. ക്രിട്ടിക്കലായി ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പസിലുകൾ, വേർഡ് ഗെയിമുകൾ അല്ലെങ്കിൽ ക്രോസ് വേർഡ് ചാലഞ്ചസ് ഇതൊക്കെ പരീക്ഷിക്കുക. വായന ഇപ്പോഴും ഒരു മികച്ച ഓപ്ഷനാണ്. ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെറിയ സെഷനുകളായി വിഭജിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. ഒരു ഹോബി, ഒരു സംഗീത ഉപകരണം അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പോലുള്ള പുതിയ എന്തെങ്കിലും പഠിക്കാനും നിങ്ങൾക്ക് ശ്രമിക്കാം. നിങ്ങളുടെ തലച്ചോറിനെ പുതിയ രീതികളിൽ വ്യാപൃതമാക്കി നിർത്തുന്നത് ന്യൂറൽ കണക്ഷൻ ശക്തിപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും. കാലക്രമേണ മെമ്മറിയും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനും കഴിയും. അടുത്തതായി സ്റ്റേയിങ് ഷാർപ്പാണ്, അഥവാ കൃത്യനിഷ്ഠ പാലിക്കുന്നത്. കാലം കഴിയുന്തോറും തൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ പലരും മാറി താമസിച്ചതോ മരിച്ചതോ ഗ്രേസി ശ്രദ്ധിച്ചിട്ടുണ്ട്. കാപ്പി കുടിക്കാനോ ഉച്ചകഴിഞ്ഞ് ഒരുമിച്ച് നടക്കാനോ ഒത്തുകൂടുന്ന ദിവസങ്ങൾ അവൾക്ക് നഷ്ടമാകുന്നു. ഇപ്പോൾ അവൾക്ക് കൂടുതൽ ഒറ്റപ്പെടലാണ് അനുഭവപ്പെടുന്നത്. അത് ഇളക്കിവിടാൻ പ്രയാസമുള്ള ഒരു വികാരവുമാണ്. പല മുതിർന്നവരെയും പോലെ ഏകാന്തതയും കടന്നുവരാം. പ്രത്യേകിച്ച് സാമൂഹിക വലയങ്ങൾ ചുരുങ്ങുമ്പോഴോ ചലനശേഷി കൂടുതൽ പരിമിതമാകുമ്പോഴോ ആണ്. ഒരിക്കൽ നിങ്ങളുടെ ദിവസങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇത് പല മുതിർന്നവർക്കും ഒരു സാധാരണ പോരാട്ടമാണ്. എന്നാൽ ഇതാണ് കാര്യം. ചെറിയ രീതികളിൽ പോലും സാമൂഹികമായി സജീവമായി തുടരുന്നത് വൈകാരിക ആരോഗ്യത്തിന് നിർണായകമാണ്. ഏകാന്തതയെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ബന്ധത്തിനുള്ള പുതിയ അവസരങ്ങൾ കണ്ടെത്തുക എന്നതാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്ന പ്രാദേശിക മുതിർന്ന ഗ്രൂപ്പുകളോ കമ്മ്യൂണിറ്റി ഈവൻറ്റുകളോ നോക്കുക. പല മേഖലകളും ബുക്ക് ക്ലബ്ബുകൾ, പൂന്തോട്ട പരിപാലന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പ്രായമായവർക്കായി പ്രത്യേകമായി പാചക ക്ലാസുകൾ എന്നിവ പോലുള്ള പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ ഹോബികളോ അനുഭവങ്ങളോ പങ്കിടുന്ന മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാനും ബന്ധപ്പെടാനും കഴിയുന്ന ഓൺലൈൻ കമ്മ്യൂണിറ്റികളിലോ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലോ ചേരുന്നത് പരിഗണിക്കൂ. ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു ക്ലോസ്നെസ് നൽകാനും
ഒറ്റപ്പെടലിൻ്റെ വികാരങ്ങൾ കുറയ്ക്കാനും കഴിയും. കണക്റ്റഡായി തോന്നാൻ നിങ്ങൾക്ക് ഒരു വലിയ സാമൂഹിക വലയമൊന്നും ആവശ്യമില്ല. ചെറുതും സ്ഥിരവുമായ ഇടപെടലുകൾ പോലും നിങ്ങളുടെ വൈകാരിക ക്ഷേമത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അടുത്തത് ചലനശേഷിയാണ്. ഗ്രേസി എപ്പോഴും സജീവമായൊരു വ്യക്തിയാണ്. എന്നാൽ അടുത്തിടെ ബ്ലോക്കിൽ ചുറ്റി നടക്കുക, ഷൂസ് കെട്ടാൻ കുനിയുക തുടങ്ങിയ ലളിതമായ പ്രവർത്തനങ്ങൾ അപ്രതീക്ഷിതമായി ബുദ്ധിമുട്ടായി മാറിയതായി അവൾ ശ്രദ്ധിച്ചു. ഒരു കാലത്ത് അനായാസമായി തോന്നിയ ഈ ജോലികൾ ഇപ്പോൾ വലിയ വെല്ലുവിളികളായി തോന്നുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് പ്രായമാകുമ്പോൾ ചലനശേഷി കുറയുന്നത് സാധാരണമാണ്. ഇത് ദൈനംദിന ചലനങ്ങളെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്നു. ഇത് നിരുത്സാഹപ്പെടുത്തുന്നതായിരിക്കാം. പക്ഷേ പ്രായമാകുമ്പോൾ നിങ്ങളുടെ ചലനശേഷി നിലനിർത്താനും മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഘട്ടങ്ങളുണ്ട് എന്നതാണ് നല്ല വാർത്ത. വഴക്കമുള്ളതും ചലനാത്മകവുമായി തുടരാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് പതിവ് സ്ട്രെച്ചിങ്, സ്ട്രെങ്ത് എക്സസൈസസ് ഒക്കെയാണ്. ഒരു ദിവസം കുറച്ച് മിനിറ്റ് പോലും വ്യത്യാസം വരുത്തുന്നതാണിത്. മൃദുവായ നീട്ടലുകൾ നിങ്ങളുടെ സന്ധികളിലും പേശികളിലും വഴക്കം നിലനിർത്താനും സഹായിക്കും. അതേസമയം സ്ട്രെങ്ത് എക്സസൈസസ് നിങ്ങളുടെ പേശികളെ ശക്തമായി നിലനിർത്തും. ഇത് സ്ഥിരതയ്ക്കും സന്തുലിതാവസ്ഥയ്ക്കും അത്യാവശ്യമാണ്. നടത്തം, യോഗ, വാട്ടർ എയറോബിക്സ് പോലുള്ള ലോ ഇമ്പാക്റ്റ് വ്യായാമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവ സന്ധികളിൽ എളുപ്പമാണെങ്കിലും അത് ഫലപ്രദമാണ്. സാവധാനം ആരംഭിക്കുക. നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. സ്ഥിരത പ്രധാനമാണ്. കാലക്രമേണ സുഖകരമായി നീങ്ങാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ പുരോഗതി കണ്ടെത്തും. അടുത്തത് ഉറക്കമാണ്. ഗ്രേസി എപ്പോഴും അവളുടെ ഉറക്കത്തെ വിലമതിക്കുന്നു. പക്ഷെ അടുത്തിടെ ഉറങ്ങാനും രാത്രി മുഴുവൻ ഉറങ്ങാനും അവൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അവൾ കണ്ടെത്തി. അവൾ പലപ്പോഴും അർദ്ധരാത്രിയിൽ ഉണരുകയും ഉറങ്ങാൻ പാടുപെടുകയും ചെയ്യുന്നു. ഇത് അടുത്ത ദിവസം അവൾക്ക് ക്ഷീണം തോന്നുന്നു. പ്രായമാകുമ്പോൾ ഇതൊരു സാധാരണ പ്രശ്നമാണ്. ഹോർമോണുകളിലെ മാറ്റങ്ങൾ, സമ്മർദ്ദം, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയെല്ലാം സുഖകരമായ ഉറക്കം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. എന്നാൽ നല്ല വാർത്ത എന്തെന്നാൽ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങളുണ്ട്. മികച്ച വിശ്രമം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് സ്ഥിരമായ ഒരു ഉറക്ക സമയ റുട്ടീൻ സ്ഥാപിക്കുക എന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക ഘടികാരത്തെ നിയന്ത്രിക്കുന്നതിന് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. ഉച്ച കഴിഞ്ഞ് കഫീൻ കഴിക്കുന്നത് പരിമിതപ്പെടുത്തുന്നതും നിങ്ങളെ സഹായിക്കും. കാരണം കഫീൻ നിങ്ങളുടെ ശരീരത്തിൽ മണിക്കൂറുകളോളം നിലനിൽക്കുകയും ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ശരീരത്തെ വിശ്രമത്തിനായി തയ്യാറാക്കാനും ആഴത്തിലുള്ള ശ്വസനവും ധ്യാനം അല്ലെങ്കിൽ മൃദുവായ സ്ട്രെച്ചസ് എന്നിവ പോലുള്ള വിശ്രമ വിദ്യകൾ ഉറങ്ങുന്നതിന് മുമ്പ് പരീക്ഷിക്കുന്നത് ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ കിടപ്പുമുറി തണുപ്പും ഇരുട്ടും നിശബ്ദതയും നിലനിർത്തുന്നത് പോലുള്ള ഒരു ഉറക്ക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കാൻ മടിക്കരുത്. പ്രൊഫഷണൽ സഹായത്തോടെ പരിഹരിക്കാവുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം. നന്നായി ഉറങ്ങാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഉറക്ക സമയ ടെക്നിക്സ് നിങ്ങൾക്കുണ്ടോ? താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നുറുങ്ങുകളൊന്ന് പങ്കിടുമല്ലോ. പ്രായമാകും തോറും ആരോഗ്യകരമായ ഉറക്കശീലങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് പരസ്പരം സഹായിക്കാം. അടുത്തത് കാഴ്ചശക്തിയും കേൾവി ശക്തിയുമാണ്. പ്രായമാകും തോറും ഗ്രേസി തൻ്റെ മൂർച്ചയുള്ള ഇന്ദ്രിയങ്ങളിൽ എപ്പോഴും അഭിമാനിച്ചിരുന്നു. എന്നാൽ അടുത്തിടെ അവളുടെ കാഴ്ചശക്തിയും കേൾവി ശക്തിയും പഴയതുപോലെയല്ല എന്ന യാഥാർത്ഥ്യത്തെ അവൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. വായിക്കാൻ അവൾ ഇപ്പോൾ കണ്ണട ധരിക്കുന്നു. ഇത് അവളെ അവഗണിക്കപ്പെട്ടതായി തോന്നിപ്പിക്കും, പ്രത്യേകിച്ച് സാമൂഹിക സാഹചര്യങ്ങളിൽ. നിർഭാഗ്യവശാൽ കാഴ്ചശക്തിയിലും കേൾവിശക്തിയിലും വരുന്ന മാറ്റങ്ങൾ വാർദ്ധക്യത്തിൻ്റെ ഒരു സാധാരണ ഭാഗമാണ്. എന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവുമായുള്ള നിങ്ങളുടെ ബന്ധം നിലനിർത്താൻ സഹായിക്കുന്ന പരിഹാരങ്ങളുണ്ട് എന്നതാണ് നല്ല വാർത്ത. പതിവ് നേത്ര കേൾവി പരിശോധനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ആദ്യത്തെ പടി. പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനും തിരുത്തലിനുള്ള ഓപ്ഷനുകൾ നൽകാനും ഈ പരിശോധനകൾക്ക് സഹായിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കാഴ്ച മാറുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത ഒരു പ്രിസ്ക്രിപ്ഷൻ വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ നിങ്ങൾക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ മറ്റ് സഹായ ഉപകരണങ്ങൾ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും പ്രവർത്തനങ്ങൾ ആസ്വദിക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് ഗണ്യമായി മെച്ചപ്പെടുത്തും. ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു നാണവും വേണ്ട. ജീവിതം പൂർണ്ണമായി ജീവിക്കാനും ബന്ധം നിലനിർത്താനും നിങ്ങളെ സഹായിക്കുന്നതിനാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓർക്കുക, നേരത്തെ തന്നെ നടപടിയെടുക്കുന്നത് നിങ്ങളുടെ ജീവിത നിലവാരം നിലനിർത്താനും കേൾവിയിലോ കാഴ്ചയിലോ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ വികാരങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കും. അടുത്തത് തണുപ്പിനോടോ ചൂടിനോടോ ഉള്ള വർദ്ധിച്ച സെൻസിറ്റിവിറ്റി. ഗ്രേസി വെയിൽ നിറഞ്ഞ ഉച്ചതിരിഞ്ഞ സമയങ്ങളോ തണുപ്പുകാലത്തെ നടത്തങ്ങളോ ആസ്വദിക്കാറുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെ അവൾ അതിശയിപ്പിക്കുന്ന എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. സുഖകരമായൊരു ടെമ്പറേച്ചർ പോലെ തോന്നിയിരുന്നത് ഇപ്പോൾ അസഹനീയമായി തോന്നുന്നു. വേനൽക്കാലത്തെ കൊടും ചൂടായാലും ശൈത്യകാലത്തെ തണുപ്പായാലും കടുത്ത താപനില അവൾക്ക് സഹിക്കാൻ വയ്യാതായി. ചൂടിനോടോ തണുപ്പിനോടോ ഉള്ള ഈ സെൻസിറ്റിവിറ്റി നാം പ്രായമാകുമ്പോൾ ഒരു സാധാരണ മാറ്റമാണ്. നിങ്ങളുടെ ശരീരം പഴയ രീതിയിൽ പ്രതികരിക്കാത്തപ്പോൾ
അത് നിങ്ങൾക്ക് വിഷമം തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സുഖകരമായിരിക്കാൻ കഴിയും? പാളികളായി അഥവാ ലെയറുകളായി നിങ്ങളുടെ വസ്ത്രം ധരിക്കുക എന്നതാണ് പ്രധാനം. ഇത് ദിവസം മുഴുവൻ ആവശ്യാനുസരണം നിങ്ങളുടെ വസ്ത്രങ്ങൾ ക്രമീകരിക്കാൻ നിങ്ങളെ അനുവദിക്കും. ചൂടുള്ള കാലാവസ്ഥയിൽ ശ്വസിക്കാൻ കഴിയുന്നതും ഈർപ്പം വലിച്ചെടുക്കുന്നതുമായ തുണിത്തരങ്ങളും തണുപ്പുള്ളപ്പോൾ കമ്പിളി പോലുള്ള ചൂടുള്ള വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പരിസ്ഥിതിയിൽ ശ്രദ്ധ ചെലുത്തുന്നതും വീട്ടിൽ ലളിതമായ മാറ്റങ്ങൾ വരുത്തുന്നതും സഹായകരമാണ്. ഉദാഹരണത്തിന്, കൂടുതൽ ഊഷ്മളതയ്ക്കായി ഒരു ഹീറ്റിംഗ് പാഡ് ഉപയോഗിക്കുന്നതോ രാത്രിയിൽ ഒരു അധിക പുതപ്പ് ചേർക്കുന്നതോ സുഖകരമായിരിക്കുന്നതിൽ വലിയ വ്യത്യാസമുണ്ടാക്കും. വേനൽക്കാലത്ത് ഫാനുകളോ എയർ കണ്ടീഷനിങ്ങോ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പരിസ്ഥിതിയെ തണുപ്പിക്കാനും സഹായിക്കും. ഉന്മേഷത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് കൂൾ കംപ്രസ്സുകളോ ബോഡി സ്പ്രേകളോ ഒക്കെ പരീക്ഷിക്കാവുന്നതാണ്. അടുത്തത്, എളുപ്പത്തിൽ പ്രകോപിതനാകുക അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പേർഡ് ആണ്. ഗ്രേസി പ്രായമാകുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും അവൾക്ക് ചിലപ്പോൾ പ്രകോപനമോ നിരാശയോ തോന്നുന്നത് അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഡെലിവറി വൈകിയതാകാം, അപ്പോയിൻമെൻറ്റ് നഷ്ടമായതാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ അസൗകര്യമാകാം. പെട്ടെന്ന് അവൾ പൊട്ടിത്തെറിക്കുകയോ അസ്വസ്ഥത അനുഭവപ്പെടുകയോ ചെയ്യും. പ്രായമാകുമ്പോൾ മാനസികാവസ്ഥയിൽ ഈ മാറ്റം വളരെ സാധാരണമാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ, തലച്ചോറിലെ മാറ്റങ്ങൾ, ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ സമ്മർദ്ദം എന്നിവ ചിലപ്പോൾ വികാരങ്ങളെ കൂടുതൽ തീവ്രമാക്കും. ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ലളിതമായ തന്ത്രങ്ങളുമുണ്ട്. ഫലപ്രദമായൊരു സമീപനം ആഴത്തിലുള്ള ശ്വസനം അഥവാ ഡീപ് ബ്രീത്ത് പരിശീലിക്കുക എന്നതാണ്. നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ കുറച്ച് ആഴത്തിലുള്ള ശ്വാസമെടുക്കുക, സാവധാനം ശ്വസിക്കുക, കുറച്ച് സെക്കൻഡ് നേരം ശ്വാസം പിടിക്കുക, സൗമ്യമായി അത് വിടുക. ഇത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം ശാന്തമാക്കാനും നിങ്ങളുടെ ശ്രദ്ധയെ വർത്തമാന നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സഹായിക്കും. മറ്റൊരു സഹായകരമായ ഉപകരണം മനസ്സമാധാനമാണ്. സ്വയം വിലയിരുത്താനും നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാനും ഓരോ ദിവസവും സമയമെടുക്കുന്നത് നിങ്ങൾക്കൊരു പ്രത്യേക രീതിയിൽ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും ശാന്തമായും അളന്ന രീതിയിലും എങ്ങനെ പ്രതികരിക്കാമെന്നും മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. കൂടാതെ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ മാനസിക അവസ്ഥയെ മാറ്റുന്നതാണ്. നിങ്ങൾ നന്ദിയുള്ള ചില കാര്യങ്ങൾ പട്ടികപ്പെടുത്തുക. അത് ഓരോ ദിവസവും ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയോ ചെയ്യുക. ഒരു നല്ല ഭക്ഷണമോ ഒരു സുഹൃത്തിൽ നിന്നുള്ള ഒരു ദയയുള്ള വാക്കോ പോലുള്ള ലളിതമായ ഒന്നായിരിക്കാം അത്. ഈ പരിശീലനം നിങ്ങളുടെ തലച്ചോറിനെ പോസിറ്റീവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ഇത് നിരാശ കൈകാര്യം ചെയ്യാനും സമാധാനപരമായ കാഴ്ചപ്പാട് നിലനിർത്താനും എളുപ്പമാക്കുന്നു. പ്രായമാകുമ്പോൾ കുറച്ചുകൂടി പ്രകോപിതനാകുന്നത് സാധാരണമാണ്. എന്നാൽ കുറച്ച് ലളിതമായ പരിശീലനങ്ങളിലൂടെ നിങ്ങൾക്ക് ശാന്തത വീണ്ടെടുക്കാനും കൂടുതൽ സന്തുലിതമായ വൈകാരിക ജീവിതം ആസ്വദിക്കാനും കഴിയും. അവസാനമായി, സ്വാതന്ത്ര്യം നഷ്ടമാകുന്നു എന്നതാണ്. ഗ്രേസി എല്ലായ്പ്പോഴും വളരെ സ്വതന്ത്രയായിരുന്നു. കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നു. അത് ജോലികൾ ചെയ്യുകയോ വീട് പരിപാലിക്കുകയോ സ്വയം പരിപാലിക്കുകയോ ആകട്ടെ. എന്നാൽ അടുത്തിടെ സഹായം ചോദിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾ ഭയപ്പെടുന്നതായി കണ്ടെത്തി. പലചരക്ക് ഷോപ്പിങ്ങിന് സഹായം ആവശ്യമായി വന്നാലും വീട്ടുജോലികളിൽ സഹായം സ്വീകരിക്കുന്നതായാലും അത് അവൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ക്രമീകരണമാണ്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത ചിലപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതായി തോന്നാം. വാസ്തവത്തിൽ ആവശ്യമുള്ളപ്പോൾ സഹായം സ്വീകരിക്കുന്നത് ശാക്തീകരണമാകാം. നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചല്ല, ചിലപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നാലും കഴിയുന്നത്ര പൂർണ്ണമായ ജീവിതം നയിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് ഇത്. സഹായം ചോദിക്കുന്നത് നിങ്ങളെ ശക്തിയില്ലാത്തവരോ കഴിവില്ലാത്തവരോ ആക്കില്ലെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. സഹായം സ്വീകരിക്കുന്നതിന് ധൈര്യം ആവശ്യമാണ്. കൂടാതെ നിങ്ങളുടെ ഊർജം നിലനിർത്താനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നിങ്ങളെ അനുവദിക്കുന്നു. കുടുംബാംഗമായാലും സുഹൃത്തായാലും പ്രൊഫഷണൽ ആയാലും പിന്തുണ സ്വീകരിക്കുന്നതിൽ നാണിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത്. ആവശ്യമുള്ളപ്പോൾ ചുമതലകൾ ഏൽപ്പിക്കാനോ സഹായം ചോദിക്കാനോ മടിക്കരുത്. ഈ ക്രമീകരണം സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കുന്ന കാര്യങ്ങൾക്കായി നിങ്ങളുടെ സമയവും ഊർജവും സ്വതന്ത്രമാക്കും. ഇത് നിങ്ങളുടെ ലക്ഷ്യബോധവും സ്വാതന്ത്ര്യവും പുതിയ രീതിയിൽ നിലനിർത്താനും നിങ്ങളെ അനുവദിക്കും. വാർദ്ധക്യം ചില അസുഖകരമായ ആശ്ചര്യങ്ങളുമായി വന്നേക്കാം. എന്നാൽ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിയന്ത്രണം ഏറ്റെടുക്കാനും നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും. ഓർമ്മിക്കുക, ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. മാറ്റങ്ങൾ സ്വീകരിക്കുക, പിന്തുണയ്ക്കായി കൈനീട്ടാനും മടിക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ.